കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ, അടിയനിതാ സ്തുതിയും പുകഴ്ചയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എൻ്റെ രക്ഷകനും, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, കരങ്ങൾ വീശിക്കൊണ്ട് മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ, അടിയനിതാ നാഥ.
പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നീതു ചെന്നിത്തല ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണത്. എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത്. നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ്. പക്ഷേ ഈ നീതു എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? നീതു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. വർഷങ്ങളായിട്ട് മക്കൾ 3 അബോർഷൻ കഴിഞ്ഞ ആളാണ്. ആ കുഞ്ഞിനെ പ്രസവിച്ചവർക്ക് കിട്ടുകയും ചെയ്ത്. എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ ഉണ്ട്, ഈ ദിവസങ്ങൾ പറഞ്ഞതാണ്. നോബി വിനോദിന് സാക്ഷി വന്നത്. നോബി വിനോദിന് 9 കൊല്ലമായിട്ട് മക്കളില്ല. 9 കൊല്ലമായിട്ട്. ഇപ്പോൾ 9 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആള് വന്ധ്യയാണെന്ന് അതിൻ്റെ അർത്ഥം. 9 കൊല്ലമല്ലേ, 1-2 കൊല്ലമല്ലല്ലോ. 9 കൊല്ലം. അപ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ? 9 കൊല്ലമായിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്നറിയാൻ പറ്റും. ചിലർക്ക് 3 കൊല്ലം ആകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് ഉടമ്പടി നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് 9ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഇവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും. അത് ആൺകുഞ്ഞായിരിക്കും. നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാ. ഇത് ഈ 9 കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവരുടെ ശിരസ് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനവരം തരും. എന്താണ്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും. പിന്നെന്താണ്? കുട്ടി ആൺകുഞ്ഞായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്? അപ്പോൾ നിങ്ങളെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആൾ ദൈവമാണെന്ന് പറയുകയല്ല. ആ സാക്ഷ്യത്തിൻ്റെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ്. ഇതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇവിടെ ഇപ്പം മാലാഖയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതിന് പകരം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത്. മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങളിൽ നിൽക്കുന്നത് ആരാണ്? മാതാവാണ്. നമ്മുടെ മരിയൻ സന്ദേശമല്ലേ, മരിയൻ ശുശ്രൂഷയല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിട്ടതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർദിലായാലും ഫാത്തിമയിലായാലും കൃപാസനത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടുക്കുന്നത്. കാര്യം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഒരു മോള് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും. അപ്പം തന്നെ 9 വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ്? നീതെന്താ പറയണത്? 3 മാസമായി എന്നോ പറഞ്ഞു, 90 ദിവസം. അപ്പം ഞാൻ 89ാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത് അപ്പം ഞാൻ പ്രഗ്നൻ്റാണ്. പ്രൈസ് ദി ലോർഡ്. 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താരയിൽ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വല്ലതും സ്കാൻ ചെയ്തിട്ട് പറയണതാണ്? അല്ല, സ്കാൻ ചെയ്തിട്ട് പറയണതല്ല. അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയറ്റിൽ കുഞ്ഞ് വേണ്ടേ? ഇത് വയറ്റിൽ കുഞ്ഞില്ലല്ലോ. ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണത് എന്താ? അതൊരു ആധ്യാത്മികമായ സ്കാനിങ്ങാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ്? ഈ നിങ്ങളീ പൊട്ടക്കണൻ്റെ മാവിട്ട് അറിയണ പോലെ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത്. ഉടമ്പടിയെ ഷാർപ്പായിട്ട്. എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത്? അയാൾക്ക് ബോധ്യമുണ്ട് എന്താണ്? എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന്.
ആ ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യം, ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ്? ദൈവം കൊടുക്കണ ബോധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഒന്നാണ് ബോധ്യം. അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അറിവ്, അനുഭവം, ബോധ്യം, സാക്ഷ്യം, വേദസാക്ഷ്യം, രക്തസാക്ഷ്യം, അങ്ങനെ പോകണം. എൻ്റെ ജനറേ അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും. കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണതിന് രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന് സത്യസന്ധത, മറ്റൊന്ന് ദൈവസ്നേഹം. ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണം എന്തറിയാം, സത്യസന്ധത ഉണ്ടാകത്തില്ല. ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസനത്തിൻ്റെ പത്രമൊക്കെ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കണക്ക് പത്രം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ്. ചിലപ്പോൾ അറിഞ്ഞ് വെച്ചിട്ട് പോകാം, ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം. ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞ് വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് ചിലർക്ക് ബോധ്യമില്ല. അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും, പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ്? അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പാടാണ്. അപ്പോൾ അതിന് ചാതുര്യമില്ല, ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത്, ഒരു കഷ്ണം പേപ്പർ കീറിക്കളഞ്ഞതിൻ്റെ പേരിലൊക്കെയാണ് സാക്ഷ്യത്തിൽ നിന്ന്. ഇപ്പോൾ എന്നാ രാജനാ മിനി രാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ചവിട്ടിക്കുട്ടിയ ഒരു കഷ്ണമാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ 3 സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട്. പിന്നെ മിനിരാജൻ്റെ ജീവിതം അങ്ങോട്ട് മാറണ മാറ്റം കണ്ടില്ലേ? ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കുന്നത്. കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് റിസ്ക് തന്നെയാണ്, സംശയമില്ല. ഇനി നിങ്ങൾ ചില ആൾക്കാരെ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല. നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളൊരു ദാഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം. അത് ദൈവസ്നേഹമാണ്, ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട്, ദൈവസ്നേഹത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം, എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം 10 പേര് വായിക്കാതെ ഇത് കീറിപ്പോകാൻ ഇടവരുത്തല്ലേ. അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ്? ആൾക്കാർ കാണുമല്ല, ഞാൻ എന്ത് പറയാം, അവർക്ക് ചമ്മലാണല്ല, ആൾക്കാർ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് വിഷയം. അപ്പം തന്നെ ഓർക്കുക, ഉടമ്പടി അവിടെ വെച്ച് ബ്രേക്കായി. എന്താ കാര്യം? ഉടമ്പടി എടുക്കാനുള്ള ആവതില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അത് ദൈവസ്നേഹം ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ്. നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കുകയും ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ. ഈ കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങേ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ നീ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ
പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഉടമ്പടി ഉള്ളവർ എല്ലാവരും ചിന്തിക്കേണ്ടത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം സങ്കീർത്തനം 139:2 വചനം 2, സങ്കീർത്തനം 139 തിരുവചനം 2. ഞാൻ ഇരിക്കുന്നതും പറഞ്ഞേ, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വിചാരമാണ് പ്രോബ്ലം. സങ്കീർത്തനം 139:2 പറഞ്ഞ എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, പത്രം, അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാകുമല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? ഇത് കൊടുത്ത് നോക്കാം, വെക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം. കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആഴമായ വിശ്വാസമില്ല. ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. ഇതാണ് വിചാരം. ഈ വിചാരം ഉള്ളത് കൊണ്ട്, ഈ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ്. വിശ്വാസം സ്പെൽ ഔട്ട് ചെയ്യണതാണ്, പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നത് വിചാരമായിട്ടാണ്. വിശ്വാസം രൂപപ്പെട്ട് വരണത് ഇപ്പം പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒരു മുട്ടായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസം ഒരു പൂവാണെങ്കിൽ മുട്ട എന്താണ്? വിചാരമാണ്. അപ്പം മുട്ട എന്താണെന്ന് നോക്കണം ആദ്യം. ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധിയും വിചാരവുമായിട്ട് വരും. നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിൽ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. ഇപ്പം ചിലക്ക് വന്ന് സാക്ഷ്യം പറയുന്നത്, ദൈവമേ, എന്നെ ആദ്യമായി എന്നെ ഈ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. കേൾക്കട്ടെ, എത്ര പേരാ പറയണത്? അപ്പോൾ അവർക്ക് ആ ഒരു വിചാരമുണ്ട്. എന്താണ്? ഒരു പുണ്യഭൂമിയാണ്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതൊരു വിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും. ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, ആശ്വാസം. കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത്. കർത്താവ് എത്രയോ പ്രാവശ്യമാണ് സമാധാനത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം കൊടുത്ത ദാനം എന്താണ്? അൽ-ഇസ്ലാം, എൻ്റെ സമാധാനമെന്ന്.
നിങ്ങൾക്ക് സമാധാനം. നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള വിഷയം നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം. ചിലപ്പോൾ നിൻ്റെ സാമ്പത്തിക കടങ്ങൾ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കാണാം. നിൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസ തകർച്ച നിനക്ക് സമാധാനം നഷ്ടപ്പെടുത്തി കാണാം. ചിലപ്പോൾ നിൻ്റെ ജീവിതം, ജോലി, യാത്ര എല്ലാം നിനക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ദൈവവേദനേ, നിനക്ക് സമാധാനം ഇല്ലെന്ന് കണ്ടറിഞ്ഞ് നിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവ് നിന്നെ തൻ്റെ തിരുക്കുമാരൻ്റെ തിരുസന്നിധി കൊണ്ടുവന്നിരിക്കുന്നത്. കൈ ഇട്ടിച്ച് കർത്താവേ സൗഖ്യം നൽകണമേ. ഒരുമിച്ച് സ്വരത്തോടെ എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവ് സമാധാനം നൽകാൻ വേണ്ടി അമ്മ മാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈശോ നാമത്തിൽ നീ സമാധാനം അനുഭവിക്കാൻ പോകുന്ന സമയമാണ്. നിനക്കറിയാം, അനേകം മക്കൾ ഇവിടെ വന്ന് കാലിച്ചവിട്ടിയ സമയം തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങളെ വഴി ഇനി വരുന്ന സാക്ഷ്യമായി സന്തോഷമായി വരാൻ കർത്താവ് നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കും, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. കർത്താവ്, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവർ വീട് ലഭിച്ച് കർത്താവെ വീട് സ്ഥലവുമില്ലാത്തവരുണ്ട് ഈശോയെ. മക്കളോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളെ കൈകൾ കുപ്പിക്കൊണ്ട് കർത്താവിനെ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണിത്. എൻ്റെ കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേകിച്ച് കർത്താവെ നീ അവരെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം ഇവിടെ ഈ ധ്യാനം കൂടുന്നുവോ, ആരാത് മുട്ടന്ന് പങ്കെടുക്കുന്നോ, ഇട്ടിപ്പിണർവ് പോലെ കർത്താവ് അവിടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, കടം കയറി മുടിഞ്ഞവർ, സങ്കടപ്പെടുന്നവർ, കേസുള്ളവർ, ഭാര്യ ഭർത്താക്കന്മാർ അകന്നു പോകുന്നവർ, മക്കൾ ദുർനടപ്പിലായി പോയവർ, തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാ തരത്തിലും വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് ഞെരുക്കത്തിൽ ജീവിക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പലതരത്തിലുള്ള വിഷയങ്ങളാലും രോഗങ്ങളാലും ഉറക്കം നഷ്ടപ്പെട്ടു പോയവർ, കർത്താവേ നിൻ്റെ കരുണ ചൊരിയണമേ, ആകാശം തുറക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറി പറഞ്ഞ് വലതു കരത്തിൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സമാധാനവും സൗഖ്യം ലഭിക്കട്ടെ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നീക്കുക, എല്ലാവരും മുട്ട നീക്കുക. സഭാവന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളും അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളും ഇപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വചനത്തിൽ കേട്ടതുപോലെ വിശ്വസ്താപൂർവം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും ഈശോയെ നിൻ്റെ രാജ്യം പടുത്തുയർത്തുവാൻ ഉടമ്പടിയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് വിളിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ, ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ ആവേ